നമസ്കാരം. ഇസ്രായേലിലെ ഒരു ഹോട്ടലിൽ നടന്ന ഭീകരാക്രമണത്തിൽ 2 പേർക്ക് കുത്തേറ്റു. അക്രമി ഒരു ഫലസ്തീൻകാരനാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇയാളുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇയാൾക്ക് ഏതെങ്കിലും തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും അറിയില്ല. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നേരെ ഇയാൾ കത്തിയുമായി പാഞ്ഞെടുക്കുകയായിരുന്നു. അല്ലാഹു അക്ബർ എന്ന് നിരവധി തവണ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഈ ആളുകളെ ആക്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. 2 പേരും പുരുഷന്മാരാണ്. ഒരാൾ 60 വയസ്സിന് മുകളിലുള്ള ആളാണ്, മറ്റൊരാൾ ഒരു 25കാരനാണെന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെയും പേരുവിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇവരിൽ പ്രായമായ മുതിർന്ന മനുഷ്യൻ്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് പറയപ്പെടുന്നത്. ചെറുപ്പക്കാരൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. 2 പേരെ അടിയന്തരമായി തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്ന ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അടിയന്തരമായി ഇയാളെ കീഴടക്കിയത്. കുടുംബാംഗങ്ങളുമൊത്ത് അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്താണ് ഈ ഒരു വലിയ ബഹളവും ആൾക്കൂട്ടം ഓടുന്നതൊക്കെ തന്നെ കണ്ടത്. പെട്ടെന്ന് തന്നെ തൻ്റെ തോക്കെടുത്തുകൊണ്ട് അദ്ദേഹം ഈ രംഗത്തേക്ക് ഓടിയെത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴാണ് ഈ അക്രമി കത്തിയുമായി 2 പേരെ ആക്രമിക്കുന്നത് കണ്ടത്. ഈ ആക്രമിക്കപ്പെട്ട 2 പേരിൽ ഒരാൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത ബന്ധു കൂടിയാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ആദ്യം കുത്തേറ്റ് എന്ന് കണ്ടെത്തിയ ആളിന് പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന സമയത്താണ് മറ്റൊരാൾ കൂടി കുത്തേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. തുടർന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്കാണ് ഈ അക്രമിയെ കീഴടക്കിയത്. തോക്കുപയോഗിച്ച് വെടിവെക്കുന്നതിന് പകരം ഇയാളെ കായികമായി തന്നെ കീഴടക്കുകയായിരുന്നു. തുടർന്ന് മറ്റുള്ളവരെല്ലാം ഓടിയെത്തി ഇയാളെ അവിടെ കെട്ടിയിടുകയായിരുന്നു. തുടർന്നാണ് പോലീസ് എത്തി ഈ അക്രമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഇയാൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ജെറുസലേമിൽ തന്നെയുള്ള ഒരു ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്ന വ്യക്തിയാണ് എന്നാണ് മനസ്സിലായത്. ഇയാൾക്ക് 40 വയസ്സിലധികം പ്രായമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇയാൾക്ക് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായൊക്കെ തന്നെ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ജെറുസലേമിൽ ഒരു ബസ് സ്റ്റോപ്പിലും ബസ്സിനുള്ളിലേക്കും ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിൽ 6 പേരോളം കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് അന്ന് പരിക്കേറ്റിരുന്നു. ആദ്യം ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ പോലും പിന്നീട് ഹമാസ് ഇത് തങ്ങളാണ് ചെയ്തത് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഏതായാലും റെസ്റ്റോറൻറ്റിൽ ആളുകളെ കുത്തിപ്പരിക്കേൽപ്പിച്ച വ്യക്തി ഇവിടെ പാത്രങ്ങൾ കഴുകുന്നതിനായി കരാർ ഏറ്റെടുത്തിരുന്ന ഒരാളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾക്ക് ഉറപ്പായും എന്തെങ്കിലും തീവ്രവാദ ബന്ധങ്ങൾ കാണും എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇയാൾ ഒരുപക്ഷെ പെട്ടെന്ന് പ്രകോപിതനായതല്ല, നേരത്തെ മുൻകൂട്ടി പദ്ധതി തയ്യാറായിക്കൊണ്ട് തന്നെ കത്തിയുമായി എത്തി ഈ ആളുകളെ ആക്രമിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ നടന്ന ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ അടിയന്തരമായി ഖത്തറിലെ ഹമാസ് നേതാക്കളെ ആക്രമിച്ചത് എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇയാൾക്ക് തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസ് വിശ്വസിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ അത്ര ശുഭകരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.